8ന്റെ പണി കിട്ടി. ഞാൻ ശ്രദ്ധിച്ചില്ല, ഇങ്ങോട്ട് കടന്നത് ഞായറാഴ്ച ആയിപ്പോയി. കുടിവെള്ളം ഇത് ഈ പാത്രം നിറയാനുള്ളതല്ല, ഈ പാത്രം ഒരിക്കലും നിറയൂല. കുറെ എണ്ണം വരുന്നുണ്ടല്ലോ, കുറെ ആള് വരുന്നുണ്ട്. ഇന്ത്യ ആൾക്ക് എന്റെ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. എന്താ അറിയില്ല, ഒരു 2-3 മിനിറ്റ് പാസ്പോർട്ട് നോക്കുക, എന്റെ മുഖം നോക്കുക, പാസ്പോർട്ട് നോക്കുക, എന്റെ മുഖം നോക്കുക. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ അർമേനിയയുടെ ബോർഡറിലാണുള്ളത്, ഇറാൻ അർമേനിയ ബോർഡർ. എൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്കിൽ അർമേനിയാണ്. അപ്പോൾ ഈ വഴിക്കാണ് പോകേണ്ടത്. ഞാൻ രാവിലെ ഇറങ്ങാറായി, കുറച്ച് ലേറ്റായി, ഇപ്പോൾ 9 മണിയാവാനായി. കുറച്ച് റിലാക്സ് ചെയ്ത് പോകാൻ വിചാരിച്ചേ, എങ്ങോട്ടോ ഓടിയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ഇതിനുള്ളിൽ ബട്ടറും പിന്നെ ഇവിടെ കുറേ ചെറി ഇത് കിട്ടും, മൾബറി. അതിൽ പഴുത്ത മൾബറി നോക്കിയിട്ട് അത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കണം. അടിപൊളിയാണ്. എൻ്റെ പുറകിലെ സീനറി നോക്കുക, ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. ഇന്ന് മുതൽ അർമേനിയയുടെ വിശേഷങ്ങൾ കാണാട്ടോ. ഈ കാണുന്നതാണ് അർമേനിയ, തൊട്ടടുത്ത് 100 മീറ്ററുള്ള അർമേനിയയിലേക്ക്. ഞാൻ ഇന്നലെ ഇറാനിൽ തന്നെ സ്റ്റേ ചെയ്തു, കാരണം ഒരു ദിവസം കൂടി ഇറാനിൽ നിന്നിട്ട് പോകാന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. കറൻസി ചേഞ്ച് ചെയ്തു, അവിടെ എത്തിയിട്ട് ഫോണിലെ സിം കാർഡ് എടുക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. എന്നിട്ട് നേരെ യെരവാനിലേക്കാണ്. യെരവാൻ എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതാണ് അവസ്ഥ. കണ്ടോ, മലകളാണ്, ഫുള്ള് കയറ്റവും ഇറക്കമാണ്. അപ്പോൾ എന്തായാലും സമയമെടുക്കും. നല്ല എമ്മയാണ്, മഴ പെയ്യുന്നതുകൊണ്ട് നല്ല ഫ്രഷാണ് സാധനം, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഞാൻ കഴിക്കാം. കുറേ ഉണ്ട്, തൽക്കാലം കുറച്ച് ഞാൻ അടിക്കാനും. ഞാൻ ഇവിടുന്നൊരു ചോക്ലേറ്റിൻ്റെ ഇത് വാങ്ങിച്ചു, കാരണം ഈ അർമേനിയയിൽ ഭയങ്കര എക്സ്പെൻസാണ്, ഇവിടെ കുറച്ചുകൂടി ചീപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അർമേനിയക്കാർ ചെയ്യുന്ന മാതിരി ഇവിടെ വന്ന് വാങ്ങിച്ചു പോകുന്ന മാതിരി ഞാനിത് വാങ്ങിച്ചു. ഇനി ബ്രെഡും കൂട്ടി അടിച്ചിട്ട് വേണം കുറേ ദിവസമായി ഒപ്പിക്കാൻ. നല്ല എക്സ്പെൻസാന്ന് പറഞ്ഞു. അർമേനിയ നല്ല എക്സ്പെൻസീവാണ് കൺട്രി, യൂറോപ്യൻ കൺട്രി പോലെ തന്നെ നല്ല എക്സ്പെൻസീവ് കൺട്രിയാണ്. ഗുഡ് ബൈ. അർമേനിയക്കാരൊക്കെ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുക ചെയ്യുക, വലിയ ബാഗുമായിട്ടാണ് വരിക, എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവരെ പോകും. കാരണം ഇവിടെ ചീപ്പാണ്, അർമേനിയയിൽ ഭയങ്കര റേറ്റാണ്. ഇത് കണ്ടോ, ഒരു 1.5 മലകളാണ് കാണുന്നതാണ് അർമേനിയ. അങ്ങോട്ടേക്ക് പോണം. എൻ്റെ 10ാമത്തെ കൺട്രി. മൊത്തം 35 കൺട്രീസാണ്, 10ാമത്തെ കൺട്രിയാണ് അർമേനിയ. അത് കഴിഞ്ഞിട്ട് ജോർജിയ, അത് കഴിഞ്ഞിട്ട് തുർക്കി, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അടിപൊളി, നല്ല തണുത്ത ക്ലൈമറ്റ് ആണ്. നല്ലൊരു ചെക്കനെ കിട്ടി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അല്ല ഓരോ ദിവസവും ഓരോരുത്തരെ കൊണ്ടു തരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. യെസ്, നോർഡോസ് ബോർഡർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോർഡോസ് ബോർഡർ ടെർമിനൽ. തണുത്തിട്ടൊരു രക്ഷയില്ല. ഇനി അങ്ങോട്ട് അർമേനിയ കയറിയ ദില്ലും തണുപ്പായിരിക്കും കേട്ടോ. ഇതാണ് നോർഡോസ് ബോർഡർ ടൗൺ. ഇങ്ങനെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം ട്രക്കാണ്. എല്ലാവരും എന്നെ കണ്ടിട്ട് നോക്കുന്നുണ്ട്, സൈക്കിളായിട്ട് ഇവിടേക്കാണ് മല കയറാൻ പോവാണോ. ഇന്ത്യ, കേരള,
Armenian, Armenia. Armenian. Georgia. Georgia. Georgia, I'm Georgia. Georgia? Yes. Tbilisi? Tbilisi. നേരെ പോണെന്നാ പറഞ്ഞത്. ഇവിടെ ആഹാ മഴ പെയ്യാൻ പോകുന്നല്ലോ കുറച്ചാണ്. പാസഞ്ചേഴ്സ് ഹാൾ. Passengers hall. ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളി പൊളി. അങ്ങനെ ഫൈനലി ഞാനിത് അർമേനിയയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് എമിഗ്രേഷനിൽ ലാസ്റ്റ് ഗേറ്റ് ആണ്. ഇത് കടന്നു കഴിഞ്ഞാൽ അർമേനിയ എത്തി. എന്തായാലും കുറച്ച് ചൊറയായിരുന്നു. അവിടെയുള്ള ഓഫീസർ കുറച്ച് കട്ടിയായിരുന്നു. ആൾക്ക് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. എന്താ അറിയില്ല, ഒരു 2-3 മിനിറ്റ് പാസ്പോർട്ട് നോക്കുക, എൻ്റെ മുഖം നോക്കുക, പാസ്പോർട്ട് നോക്കുക, എൻ്റെ മുഖം നോക്കുക. ആൾക്ക് ഇന്ന് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. എന്തായാലും ഇതാ ഇങ്ങോട്ട് കയറി. ആദ്യം എന്നോട് പറഞ്ഞു പറ്റില്ല, അർമേനിയ വിസ ഇല്ലാതെ അർമേനിയയിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഷെങ്കൺ ഉണ്ട്. ഇല്ല, ഷെങ്കൺ പറ്റില്ല, അർമേനിയ വിസ വേണമെന്ന് തന്നെ. പുള്ളി പിടിക്ക് സമ്മതിക്കൂലെന്ന്. ഞാൻ കുറേ നേരം അവിടെ നിന്ന് അവസാനം വേറൊരു ഓഫീസർ വന്നപ്പോൾ എന്നെയും കൂട്ടി എമിഗ്രേഷൻ്റെ ഹയർ ഓഫീസറുടെ അടുത്തേക്ക് പോയി. അവിടുന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞു. അവസാനം അവർ വിസ തന്നു. എന്നോട് $8 ചാർജ് ചെയ്തത്. ഏകദേശം 3000 ഡ്രംസ്, ഏകദേശം $7.25-8 ചാർജ് ചെയ്തത്. എന്തായാലും അടിപൊളി. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണ്. ഫുൾ സാധനങ്ങളും സ്കാനറിലൂടെ ഒക്കെ ഇട്ട് ചെക്ക് ചെയ്യണം. ഇനി എന്തായാലും ഫൈനലി ഞാൻ കയറി. ഇതാണ് അർമേനിയ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുന്നും മലയും കയറി ഇറങ്ങി നമുക്ക് എങ്ങനെ പോവാം. യെരവാനിലേക്കാണ് ഞാൻ പോകേണ്ടത്. എത്ര ദിവസം എടുക്കുമെന്ന് എനിക്ക് തന്നെ യാതൊരു നിശ്ചയവുമില്ല. കാരണം ഇവിടുത്തെ റോഡും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ മെല്ലെ കുന്നും മലയും കയറി ഇറങ്ങി അങ്ങനെ പോവാം. എങ്ങനെ 10ാമത്തെ രാജ്യം, 10th കൺട്രി അർമേനിയ. അടിപൊളി. നമുക്ക് അടുത്ത് ചെറിയൊരു ടൗൺ ഉണ്ട്, അഗ്രക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടേക്ക് പോകാം. അവിടെ പോയിട്ട് സിം കാർഡ് ഒപ്പിക്കണം. ബോർഡറിനെ തുടങ്ങിയാണ് കയറ്റം. വെരി നൈസ്. ഇത് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ്. സ്പെഷ്യൽ പെട്രോൾ പമ്പ്. ഹോട്ടലും പെട്രോൾ പമ്പും കൂടെ. അതാണെന്ന് തോന്നുന്നു പമ്പ്. യെസ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാ. എന്നൊക്കെ ഞാൻ കയറണ്ടേ. കുറേ ആക്രി സാധനങ്ങളുണ്ടല്ലോ. ലോറിൻ്റെ തങ്ങണ്ട. ഇത് ഫുള്ള് അനാറിൻ്റെ തോട്ടാണ്. പൊമഗ്രാനൈറ്റിൻ്റെ പൂവിട്ടിട്ടുണ്ട്. സാധനം ഉണ്ടായിട്ടില്ല. ഐ ആം ഗുഡ്. നോ വൈ? Your name? David? My name is My name is Fayis. Fayis. കുറേ എണ്ണം വരുന്നുണ്ടല്ലോ. കുറേ ആള് വരുന്നുണ്ട്. India to London. How old are you? 35. 25? India? India. Կաստանի Լոնդոն հեսանի վայն շրջագայթ Լոնդոն էլ է գելասեք դեմի Ecowheelers. It's on you, what's it? School? School? No school. School.
This. Go this. ഓക്കെ. Este, daar is droog. നല്ല കാറ്റാണ് ഈ സിറ്റി തന്നെ. ഇവിടെ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ കാണാൻ. ഒരു വെറൈറ്റി ലുക്കാണ് ഇവിടെ മൊത്തം. നോ റഷ്യ. ശരിക്കും വേറെ ഏതോ നാട്ടിലാണ് വന്നത്, അത് ശരിയാണ്. പക്ഷെ ഒരു ബോർഡർ കിടക്കുമ്പോഴേക്ക് കുറേ മാറ്റങ്ങൾ. ഷോപ്പുകളുണ്ട, ബിൽഡിങ്ങുകൾ എല്ലാം ടോട്ടലി ഡിഫറെൻറ്റാണ്. ഞാൻ സിം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു വിവാസെൽ MTS കാണുന്നുണ്ട്, യുകോം കാണുന്നുണ്ട്. ഇവിടുന്ന് സിം വാങ്ങിക്കണം, പക്ഷെ തുറന്നിട്ടില്ല. ഇത് സൂപ്പർ മാർക്കറ്റാന്ന് തോന്നുന്നു. ഇത് അഗ്രക്ക് മുനിസിപ്പാലിറ്റി. ഇത് അഗ്രക് മുനിസിപ്പാലിറ്റിയാണ് കാണുന്നത്. ബ്യൂട്ടിഫുൾ. എന്ത് രസാ, കിഡു, അടിപൊളി. ഒരു യൂറോപ്പിലൊക്കെ പോയാൽ ഇറാൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് അടിപൊളി. 8ൻ്റെ പണി കിട്ടി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങോട്ട് കടന്നത് ഞായറാഴ്ച ആയിപ്പോയി. ഇവിടെ സിം കാർഡ് കിട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല. ഇന്ന് കടകളൊക്കെ അവധിയാണ്, നാളെ തുറക്കുള്ളൂ. സിമ്മ് നെറ്റ്വർക്ക് ഇല്ലാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. അനങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വഴി കാര്യങ്ങളൊക്കെ പ്രശ്നമാവും. അടുത്ത സിറ്റിയിലെത്തിയാൽ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം കിട്ടുമെന്ന് അറിയില്ല. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സേഫായിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ ഈ സിറ്റിയിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് നാളെ പോകുന്നതായിരിക്കും നന്നാവാൻ തോന്നുന്നു. ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല. അവിടെ ദിവസമല്ല ഇവിടുത്തെ ദിവസം, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ പക്ക ഒരു യൂറോപ്യൻ കൾച്ചറാണ്, യൂറോപ്പിൽ പോയ ഒരു ഫീലാണ്. അപ്പോൾ ഇന്നിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റേ ഒപ്പിക്കണം. ഞാനിവിടെ സ്റ്റേ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും സേഫായിട്ടൊരു സ്ഥലം കിട്ടണം. അപ്പോൾ ഈ ചെക്കന്മാർ എന്നെയും കൂട്ടി ഇവിടെ പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റേ ഉണ്ട്, നോക്കട്ടെ. പോയി കണ്ടു, കുഴപ്പമില്ല, ഗ്രൗണ്ടാണ്. ഇവിടെ ഇതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ, ബസ് സ്റ്റോപ്പാണ്. അവിടെ വെള്ളം, കുടിവെള്ളം, ഇത് ഈ പാത്രം നിറയാനുള്ളതല്ല. ഈ പാത്രം ഒരിക്കലും നിറയില്ല, അതെങ്ങനെ തുറന്നിട്ടതാണ്. ഇത് ക്ലോസ് ചെയ്യാനും പറ്റില്ല, ഒന്നുമില്ല. വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് എങ്ങോട്ടാണ് പോകുന്നത്, അത് വീണ്ടും പോയ വെള്ളം തന്നെയാണോ വീണ്ടും വരുന്നതെന്ന് അറിയില്ല. എല്ലാവരും വന്ന് കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇത് കുടിക്കുന്ന വെള്ളമെന്ന് തോന്നുന്നു. പക്ഷേ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരിക്കലും നിറയാത്ത അക്ഷയപാത്രം. എന്താ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അർമേനിയൻ ഭാഷയിൽ, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. 1982, 1982 മുതൽ ഇതിങ്ങനെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ വിചാരിച്ചു ടാപ്പ് കേടായതാണ്. ഞാൻ കുറേ ക്ലോസ് ചെയ്യാനൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ തിരിയുന്നൊന്നുമില്ല, ഒന്നും ആവുന്നില്ല. അങ്ങനെ തന്നെ. എവിടെ പോയി ചെക്കന്മാർ? അവർ പോയോ? ഇൻ്റർനെറ്റ് സിമ്മില്ലാത്തൊരു പണിയാണല്ലോ. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്, ഇവിടെ കുറച്ച് വീടുകൾ, പാർക്കുകൾ, കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് വീടുകൾ, കുറച്ച് ഷോപ്പുകൾ, ദാറ്റ്സ് ഓൾ. നാളെ സിമ്മ് കിട്ടിയിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഇന്നത്തെ സ്റ്റേ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കാം. പുള്ളിയോട് കാര്യം പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ സേഫാണ്, മഴ കൊള്ളൂല, പിന്നെ ഓളുണ്ട്, ആരും പ്രശ്നമില്ല. ഇവിടെ അത് ലോക്ക് ചെയ്യാം. ഇവിടെയാണ് സേഫ്. ഇന്ന് ഇവിടെ ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. ഇതൊരു വർക്ക്ഷോപ്പാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടിപൊളി.
ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് അധികം ദൂരമൊന്നുമില്ല. ബോർഡർ ഇതായി കാണുന്നത് തന്നെയാണ് ബോർഡർ. പക്ഷെ സിമ്മില്ലാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. സിമ്മില്ലാതെ എനിക്ക് റൂട്ടൊന്നും മനസ്സിലാവില്ല, പണിയാവും. അപ്പോൾ അതാണ് ബോർഡർ. അപ്പോൾ ശരി, ഞാൻ നല്ല ടെൻ്റ് അടിക്കുന്നതിൻ്റെ പരിപാടികൾ തുടങ്ങട്ടെ. ടെൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കണം. ഇവിടെ സേഫാണ്. നേരത്തെ നോക്കിയതിനെക്കാട്ട് എത്രയോ ബെറ്റർ സ്ഥലം അത്. ഈ പുള്ളിയുടേതാണ് വർക്ക്ഷോപ്പ്. കുറേ നേരം ഈ ബെൻസിനിട്ട് പണിയുന്നു, പക്ഷേ ശരിയാവുന്നില്ലാന്ന് തോന്നുന്നു, അറിയില്ല. ഇതാണ് ബെൻസ്. ഇതിൻ്റെ പുറകിലുള്ളത് സെയിം വണ്ടി തന്നെയാണ്. വർക്ക്ഷോപ്പ് ചെറുതാണെങ്കിലും വണ്ടികൾ വലിയ വലിയ വണ്ടികളാണ് വരുന്നത്. ഇത് ഈ പുള്ളിയുടെ വണ്ടിയാണ്. 37 CT 193 AM. ഇന്ന് എനിക്ക് സ്റ്റേ തന്ന മെക്കാനിക് ഉണ്ടല്ലോ, പുള്ളിൻ്റെ ഡിന്നർ. ഇപ്പോൾ ഞാൻ കിടന്നിടത്തുണ്ട്. എനിക്ക് ഡിന്നർ കൊണ്ടുവന്നാണ്. ഞാൻ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ അടുത്തൊന്നും ഫുഡ് കിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് ഇനി ഡിന്നർ കഴിക്കണ്ട, കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാണ്. അപ്പോൾ എൻ്റെ ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ചിക്കൻ്റെ എന്തൊക്കെയോ, പിന്നെ കുടിക്കാനുള്ളൂ. താങ്ക്സ്.